ബിഗ് ബോസ്. ജാസ്മിൻ, നിങ്ങളുടെ വാപ്പാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. പുറത്തുള്ള ഞങ്ങളുടെ കോമ്പോനെ കുറിച്ചുള്ള റിവ്യൂ പറയാനായിരിക്കും. ജാസ്മിൻ, ഓളെ കേക്കാവോ? വാപ്പാ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോമ്പോ? ആർബി ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയോ? എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നിർത്തണോ? താനൊക്കെ ഒരു തന്തയാണോടോ? ഇത് തന്നെ നാട്ടുകാരെന്നോട് ചോദിക്കുന്നത്. ജാസ്മിൻ, നിങ്ങളുടെ സംഭാഷണം തീരുന്നത് വരെ ഞങ്ങൾ ചെവിയിൽ പഞ്ഞുവെക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ല. എടി എടി എടി, നിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്തുവാ? എടി, നിനക്ക് കോപം ഉണ്ടാക്കാൻ ആ മാങ്ങാതെ മരവാഴ മാത്രമേ കിട്ടിയുള്ളൂ. അത് പിന്നെ വാപ്പ, ഇവിടെയുള്ള എല്ലാവരും ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അവൻ മാത്രമേ എൻ്റെ ട്രയൽ വീണുള്ളൂ. അവൻ മാത്രമേ വീണുള്ളൂ. ഇവളൊക്കെ പറഞ്ഞു വിട്ട് എന്താ പറഞ്ഞാൽ മതി. അത് പിന്നെ വാപ്പ തന്നെയല്ലേ പറഞ്ഞേ, അകത്ത് പോയിട്ട് ആദ്യത്തെ ആൾക്കാർ പോലെ ലവ് കോമ്പോ ഉണ്ടാക്കണമെന്ന്. അതാവുമ്പോ ഇമാര് കൂട്ടുകൂടി നമുക്ക് കിട്ടുന്നൊക്കെ. ഓളെ ഞാൻ ലവ് കോമ്പോ ഉണ്ടാക്കണമെന്ന് ആട് പറഞ്ഞത്. കൂടെ നടന്ന് കെട്ടിപ്പിടിക്കാനും ഉപയോഗിക്കാനും നക്കാനും കടിക്കാനും ഒന്നും അല്ല. അത് പിന്നെ ഒരു ഒറിജിനാലിറ്റിക്ക്. ഇവളൊക്കെ ഉണ്ടാക്കിയ നേരം നീ പോയിട്ട് ഒരു ലവ് ട്രാക്ക് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും? അവരറിയാതെ നീ അവനെ നോക്കണം, നീ അറിയാതെ അവൻ നിന്നെ നോക്കണം. ഇടയ്ക്കിടയ്ക്കുള്ള നോട്ടും എക്സ്പ്രഷൻ കളിച്ചു. പിന്നെ വീട്ടിലെടുക്കുന്ന നിന്റെ ചാള സ്വഭാവം ഇനി കുറച്ച് നാളത്തേക്ക് അവിടെ എടുക്കണ്ട. അത് പിന്നെ വാപ്പനല്ലേ പറ കൊറേ കിടന്ന് വെച്ച് വെക്കണോന്ന്. ഇതുവരെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആർമിക്കാരുണ്ടാക്കിയത്. നാട്ടുകാർക്ക് ബോധം വെച്ച് തുടങ്ങി. ഹലോ വാപ്പ, വാപ്പ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് ചോദിച്ചാൽ ഞാനെന്ത് പറയും? അതുപോലെ ബ്ലോക്കോ മറ്റോ വേറെ ഒരു ഭയങ്കര ഒരു മേജർ സർജറി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇമോഷൻസ് വെച്ച് കളിക്കാം. അല്ല വാപ്പ, ഈ ബിഗ് ബോസ് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ? അവന്റെ പേര് കേൾക്കുന്നുണ്ടാവില്ല. ഇനി കേട്ടാലും അവന്മാരെ പറഞ്ഞു വന്ന് പേടിക്കണ്ട. അതെന്താ? ഇവന്മാർക്ക് റേറ്റിംഗ് കിട്ടണമെങ്കിൽ ഓഡിയൻസിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും അവിടെ വേണം, അല്ലെങ്കിൽ ഓഡിയൻസിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ആരെങ്കിലും വേണം. ദൈവം സഹായിച്ച ഓഡിയൻസിന് ഇഷ്ടമുള്ള ആരും ഇന്ന് വരാൻ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പൊ ഇഷ്ടമല്ലാത്തതോ? ആ ക്രെഡിറ്റ് എന്റെ മോളുടെയും ചപ്രിയുടെയും കയ്യിൽ ഭദ്രത കൈ കിട്ടിയ വലിച്ചേറി ഒട്ടിയതായിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബ്ലോക്ക്. ഇവിടെ നേരെ പോയി നീ കരയണം, തുറന്ന് കരയണം. വാപ്പ ചാവാ പോണെന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടി കരയണം. പിന്നെ ഈ പ്ലാനൊക്കെ നിന്റെ മണ്ടൻ ചപ്രിയോട് കൂടി പറഞ്ഞേക്ക്, അല്ലെങ്കിൽ പൊട്ട പോളാക്കും. അതെങ്ങനെ പറയും? ഫുള്ള് ക്യാമറയും മൈക്കും ഒക്കെ അല്ലേ? അതിനൊക്കെ വഴിയുണ്ട്. ഇടയ്ക്ക് അറിയാത്ത പോലെ മൈക്ക് ഊരി വെക്കണം. ആ ഗ്യാപ്പി അവരോട് കയറി പറയണം. പിന്നെ ക്യാമറ പെടാതിരിക്കാൻ അവന് ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ടല്ലോ. ഞാൻ പൊളിക്കും. അപ്പൊ കുറച്ചു നേരം ബ്ലോക്ക് ഉണ്ടാക്കല്ലേ പോലെ. എന്നാ ഇന്ന് തന്നെ അഭിനയം തുടങ്ങിക്കോ. മംഗളം ഭവന്തു.